ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വെൻ AgNO3 ഈസ് ആഡഡ് ടു എ സൊല്യൂഷൻ ഓഫ് ദിസ് കോമ്പൗണ്ട് ദ precipitate ഓഫ് AgCl ഷോസ് 2 അയണൈസബിൾ ക്ലോറൈഡ് അയോൺസ്. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ് മീൻസ്, അതെന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 അയണൈസബിൾ ആയിട്ടുള്ള ക്ലോറൈഡ് അയോൺസ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈ ഒരു കോമ്പൗണ്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 3 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. സോ 1 സെക്കൻഡറി വാലൻസി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഏത് പിക്ക് ചെയ്യാം നമുക്ക്? 2 chlorine atoms satisfy primary valency and 1 secondary valency. That's the correct answer. Next question വരുന്നത്, the coordination number and the oxidation state of element E in the complex. ഈ ഒരു കോംപ്ലക്സിൽ നമ്മുടെ E എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോർഡിനേഷൻ നമ്പറും ഫൈൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലിഗാൻസ് എത്ര നമ്പർ ഓഫ് ബോൺസ് ആയിട്ട് വരുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ E എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും C2O4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എന്താണ്, ബൈഡൻഡേറ്റ് ആണ്. ഓരോന്നും 2 ബോൺസ് വീതം ഫോം ചെയ്യും. അപ്പോൾ നമ്മളിൽ ടോട്ടൽ 3 ലിഗാൻഡ് ആണുള്ളത്, പക്ഷെ അവർ എത്ര ബോൺസ് ഫോം ചെയ്യും? 6 ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ കോർഡിനേഷൻ നമ്പർ അവിടെ എന്താണെന്ന് കിട്ടും? 6 എന്ന് കിട്ടും. അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എലമെൻറ്റ് ഇൻ്റെ എക്സ് എന്ന് പുട്ട് ചെയ്യാം, നമുക്കറിയില്ല. EN നിങ്ങൾക്കറിയാം ന്യൂട്രൽ മോളിക്യൂളാണ്, ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പുട്ട് ചെയ്യാം? 0 എന്ന് പുട്ട് ചെയ്യാം. C2O4 എന്ന് പറയുമ്പോൾ -2 ആണ് ചാർജ് വരിക. ഇനി NO2 നോക്കുകയാണെങ്കിൽ -1 ആണ് വരിക, സം ഈക്വൽ ടു 0. സോ എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടും? +3 എന്ന് കിട്ടും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഇൻ്റെത് 3 ആണ്. സോ കറക്റ്റ് ആൻസർ നമുക്ക് ഫസ്റ്റ് 1 ആണ്. കോർഡിനേഷൻ നമ്പർ 6 എന്നും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 എന്നും വരും. ക്ലിയർ? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ദിസ് ലിഗാൻഡ്. ഈ ഒരു കോംപ്ലക്സിന് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ന്യൂട്രൽ കോംപ്ലക്സ് ആണല്ലേ. വേറെ കാറ്റയോണിക് പാർട്ട് ആനയോണിക് പാർട്ട് ഒന്നുമില്ല. ഇതാണ് അവിടെ എന്ത്, ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്, കറക്റ്റ് ആണ്. ഇനി താഴത്തെ ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റോങ് ആണെന്നുള്ളത് കിട്ടും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോർഡിനേഷൻ നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ NH3 2 ക്ലോറിൻ 2. സോ 4 ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുകയാണെങ്കിൽ അമോണിയ ന്യൂട്രൽ ലിഗാൻഡ് ആണെങ്കിലും ക്ലോറിൻ എന്ത് ചാർജ് വരും? -1 ആണ്. 2 ക്ലോറിൻ ഉള്ളത് കൊണ്ട് +2 അതായിരിക്കും അവിടെ കാണിക്കുന്നത്. സോ +4 എന്ന് പറഞ്ഞതും എന്താണ്, തെറ്റാണ്. നമ്മുടെ കറക്റ്റ് ആൻസർ അപ്പോൾ എന്ത് തന്നെയാണ്, ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ഫസ്റ്റത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം താഴോട്ട് ചെക്ക് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എമംഗ് ദ ഫോളോയിങ് വിച്ച് പെയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ്. വിച്ച് പെയർ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 2 പേരും എന്തായിരിക്കണം? ആംബിഡൻറ്റേറ്റ് ആയിരിക്കണം. ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു മീൻ ചെയ്യുന്നത്? ആംബിഡൻറ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലും അവരെന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ NO2 ആണെങ്കിൽ നൈട്രജൻ വെച്ചിട്ട് NO2 ലിങ്ക് ചെയ്യാം. ഇതേ കോമ്പൗണ്ടിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ്, ONO വെച്ച് ഓക്സിജൻ വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന പെയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പിക്ക് ചെയ്യാം? CNഉം NO2യും. CNഉം സിമിലർലി കാർബൺ വെച്ചിട്ടും നമുക്ക് ലിങ്ക് ചെയ്യാം, നൈട്രജൻ വെച്ചിട്ടും ലിങ്ക് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പെയർ കറക്റ്റ് ഓപ്ഷൻ എന്ത് വരും? 1 വരും. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ഫോർമുല ഫോർ ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്. പേര് തന്നിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ എന്താ ചെയ്യേണ്ടത്? ഫോർമുലയാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ടെട്രാമൈൻ, ടെട്രാ മീനിങ് 4 അല്ലേ. അപ്പോൾ 4 അമോണിയ മോളിക്യൂൾ ഉണ്ടായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലൊക്കെ എന്തുണ്ട്? 4 അമോണിയ ഉണ്ട്. എക്വ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ ആണ്. H2O അതും നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിലും ഉണ്ട് അല്ലേ.
ക്ലോറിഡോ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോറിൻ ആണ്. മുമ്പിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, ഡൈ, ട്രൈ, ടെട്ര ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഒരു ക്ലോറിൻ മതി. ഇവിടെ തന്നിരിക്കുന്ന ബാക്കി ഓപ്ഷൻസിലൊക്കെ 2ഉം 3ഉം ക്ലോറിൻ ഉണ്ട്. ഫസ്റ്റത്തേൽ മാത്രമാണ് എന്ത് വരുന്നത്? ഒരു ക്ലോറിൻ വരുന്നത്. ഇനി സപ്പോസ് ഒരു ക്ലോറിൻ ഉള്ള വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തും കൂടെ ചെക്ക് ചെയ്യണം, റിമൈനിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ക്ലോറിൻ Cl2 ഫസ്റ്റ് വൺ ആണ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഈസ് എക്സിബിറ്റഡ് ബൈ ദിസ് കോമ്പൗണ്ട്? ഈ ഒരു കോമ്പൗണ്ട് കാണിക്കുന്ന ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? കണ്ടുപിടിക്കേണ്ട കോമ്പൗണ്ടിന് ഞാൻ എക്സ് എന്ന് പുട്ട് ചെയ്യുന്നു. ഫ്ലൂറിൻ്റെ ചാർജ് വരുന്നത് -1 ആണ്. 6 ഫ്ലൂറിൻ വരുന്നു. സം ഈക്വൽ ടു ചാർജ്ഡ് സ്പീഷീസ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? സമ്മ് ചാർജ് കൊടുക്കുന്നു. സോ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? +3 എന്ന് കിട്ടും. ഇനി നമ്മൾ കൊബാൾട്ടിൻ്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കുകയാണ്. കൊബാൾട്ടിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ്. അപ്പോൾ 4s2 3d7 എന്ന് വരും. ഇപ്പോൾ നമ്മുടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൊബാൾട്ട് 3+ൻ്റെ വേണം ഇനി നമ്മൾ കൊടുക്കാൻ. കൊബാൾട്ട് 3+ പറയുമ്പോൾ തന്നിരിക്കുന്ന കൊബാൾട്ടിൽ നിന്ന് 3 ഇലക്ട്രോൺസിന് നമ്മൾ റിമൂവ് ചെയ്യണം. 2 ഏതെന്ന് നമ്മൾ റിമൂവ് ചെയ്യും? 4s2 റിമൂവ് ചെയ്യും. 3d7 റിമൈനിങ് 1 റിമൂവ് ചെയ്യും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? 3d6 ഉണ്ടാവും. ഈ 3d6 നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ഓരോന്നും ആദ്യം ഹൺസ് റൂൾ പ്രകാരം നമ്മൾ എന്തായിട്ട് ചെയ്യണം? സിംഗിളായിട്ട് ചെയ്യണം. അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? പെയർ ചെയ്യേണ്ടത്. 6ാമത്തെ ഇലക്ട്രോണിനെ ഞാൻ പെയർ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് വന്നിരിക്കുന്ന ലിഗാൻഡ് എന്താണ്? ഫ്ലൂറിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഈ സ്പേസസ് ഒന്നും പെയർ ചെയ്തിട്ട് കിട്ടില്ല. നമ്മൾ പുതിയ സ്പേസസ് എടുക്കണം അല്ലേ? അപ്പോൾ പുതിയ S എടുക്കണം, പുതിയ P എടുക്കണം, പുതിയ D എടുക്കണം. 6 ഫ്ലൂറിൻ മോളിക്യൂളിനെ അലോട്ട് ചെയ്യാൻ നമുക്ക് sp3d2 ആണ് ഹൈബ്രിഡൈസേഷൻ വരിക. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ത് വരും? 2 വരും. sp3d2. ക്ലിയർ ആണോ? അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ചെയ്യുക, അത് വെച്ച് കോൺഫിഗറേഷൻ എഴുതുക. വീക്ക് ഫീൽഡ് ആണോ സ്ട്രോങ് ഫീൽഡ് ആണോ വന്നിരിക്കുന്ന ലിഗാൻഡ് എന്ന് ചെക്ക് ചെയ്തിട്ട് പെയറിങ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹൈബ്രിഡൈസേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദിസ് കോമ്പൗണ്ട് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഇൻ ദിസ് ഇലക്ട്രോൺസ് ആർ പെയർഡ് പ്രയർ ടു ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നിക്കൽ ഈസ് +6. ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കിക്കേ, നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരികയെന്ന്. CN എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരിക? -1 ആണ് അല്ലേ? അപ്പോൾ നിക്കലിനെ കാണാൻ എക്സ് കൊടുക്കുക. -1 4 ടൈംസ് സം ഈക്വൽ ടു ചാർജ് ഉള്ളത് കൊണ്ട് ചാർജ് കൊടുത്തു. എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് +2 എന്ന് വരും. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് വരേണ്ടത്? +2 എന്നാണ്. നമ്മളതിൽ കൊടുത്തിരിക്കുന്നത് +6. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ എന്ത്? ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The d electron configuration of Cr2+, Mn2+, Fe2+, CO2+ are respectively കൊടുത്തിട്ടുണ്ട് d4, d5, d6 and d7 ആണെന്ന്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ എക്സിബിറ്റ് മിനിമം പാരാമാഗ്നറ്റിക് ബിഹേവിയർ? അപ്പോൾ ഈ പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസൻ്റ് ആവണം അല്ലേ? മിനിമം പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ അവിടെയുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ നമ്പറും എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഒരുപാട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാക്സിമം പാരാമാഗ്നറ്റിക് എഫക്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അത് ഏറ്റവും കുറവ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളവരായിരിക്കും മിനിമം പാരാമാഗ്നറ്റിക് എഫക്റ്റ് കാണിക്കുക. അപ്പോൾ d4 ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ d4 കാണിക്കുകയാണെങ്കിൽ നമ്മുടെ 5 ഓർബിറ്റലിലായിട്ട് നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? 1 2 3 4. d5 ആണെങ്കിൽ ഒന്നും കൂടെ വരും. അതായത് അൺപെയർഡ് ഇലക്ട്രോൺ 4ഉം 5ഉം ആയിട്ടാണ് കാണിക്കുക അല്ലേ? ഇനിയിപ്പോൾ d6 നോക്കുന്ന സമയത്ത് എന്താണ്? ഒന്ന് ഇവിടെ വന്നിട്ട് പെയർ ചെയ്യും. അപ്പം അൺപെയർഡ് എത്രയായി? റിമൈനിങ് 4n ആയി. d7 എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഇവിടെ വന്ന് പെയർ ചെയ്തു. സോ അൺപെയർഡ് എന്തായി? 3. അപ്പോൾ ഞാൻ മേലെ മാർക്ക് ചെയ്ത 4 5 4 3 ഇതാണ് അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ നമ്പർ. അത് മിനിമം ആയ ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? മിനിമം പാരാമാഗ്നറ്റിക് എഫക്റ്റ് കാണിക്കാം.
D7 എന്ന് പറയുമ്പോൾ ആര് വരും? കൊബാൾട്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ കൊബാൾട്ട് വന്നിട്ടുള്ള കോംപ്ലക്സ് ഏതാണ്? COH2O6 2+. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ മിനിമം ആണെന്നുണ്ടെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഏറ്റവും കുറവുള്ളത് എടുക്കുക. മാക്സിമം പാരാമാഗ്നറ്റിക് എഫക്റ്റ് ചോദിക്കുമ്പോൾ കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് പിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് ദിസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ ജോമെട്രി ഓഫ് ദ കോംപ്ലക്സ് ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ജോമെട്രി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? MNൻ്റെ അല്ലേ, MNൻ്റെ അറ്റോമിക് നമ്പർ എന്ത് വരും? 25 വരും. നമ്മൾ എഴുതുമ്പോൾ കോൺഫിഗറേഷൻ 4s2 3d5 എന്ന് വരും. ഇനിയിപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ MNനെ ഞാൻ എക്സ് എന്ന് പുട്ട് ചെയ്തു. ബ്രോമിൻ്റെ -1 4 ടൈംസ് -2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? +2. അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് Mn2+ൻ്റെ ആണ്. ക്ലിയർ? Mn2+ൻ്റെ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യും, 3d5 ആയിരിക്കും. വന്നിരിക്കുന്നത് വീക്ക് ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് നടക്കില്ല? പെയറിങ് നടക്കില്ല. പെയറിങ് നടക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ആൾക്കാരെ എടുക്കണം. അപ്പം 4 ബ്രോമിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ എസ്സും പുതിയ 3 പി ഓർബിറ്റലും sp3 ആണ് അവിടെ എന്ത് വരിക? ഹൈബ്രിഡൈസേഷൻ വരിക. sp3 വന്നിട്ടുണ്ടെങ്കിൽ ജോമെട്രി നിങ്ങൾക്ക് അറിയാലോ. ഏതാ ജോമെട്രി വരിക? ടെട്രാഹെഡ്രൽ ആണ് വരിക അല്ലേ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് വരും? 1 വരും. sp3 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് ഈ ഒരു മോളിക്യൂളിൻ്റെ ഈ ഒരു കോംപ്ലക്സിൻ്റെ ജോമെട്രി ടെട്രാഹെഡ്രൽ ആണ് കാണിക്കുക. ക്ലിയർ അല്ലേ? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ഐഡൻറ്റിഫൈ ഹയസ്റ്റ് ഫീൽഡ് സ്ട്രെങ്ത് ലിഗാൻഡ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ അറിയാം. അതനുസരിച്ച് ഏറ്റവും ഹയസ്റ്റ് ഫീൽഡ് സ്ട്രെങ്ത് ഉള്ളത് പിക്ക് ചെയ്യാനാണ്. ആ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? EN ആണ് ഹയസ്റ്റ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നോക്കേണ്ടത്. ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ Z2ഉം DX2Y2 ഈ ഓർബിറ്റൽസിന് ഹയർ എനർജി ആയിരിക്കും ദാൻ കമ്പയർഡ് ടു അതർ 3. അതായത് DXY, DYZ, DXZ ഈ ഓർബിറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഹയർ ആയിരിക്കും ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. അങ്ങനെ വരുമ്പോൾ ടെട്രാഹെഡ്രൽ എന്താ വരിക? ആ 3 പേർക്കായിരിക്കും ഹയർ വരിക കമ്പയർഡ് ടു അതർ 2. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കളർ ഓഫ് കോംപ്ലക്സസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ടെട്രാഹെഡ്രലിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഈസ് ഈക്വൽ ടു 9/4 ഓഫ് ഒക്ടാഹെഡ്രൽ അല്ല, എന്താ വരിക? 4/9 ഓഫ് ഒക്ടാഹെഡ്രൽ ആണ് വരിക അല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എന്താണ്? റോങ് ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് വരും? 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണ് അല്ലേ. സോ നമുക്ക് എന്ത് പിക്ക് ചെയ്യാം? ഫസ്റ്റ് വൺ, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. What is the relationship between observed color of the complex and the wavelength of light absorbed by the complex? എന്താണ് ആ ഒരു റിലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഹയർ ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി, ലോവർ ഈസ് വേവ് ലെങ്ത് അബ്സോർബ്ഡ് അല്ലേ. ഹയർ ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഹയർ ആണെങ്കിൽ ലോവർ ആയിരിക്കും വേവ് ലെങ്ത് അബ്സോർബ്ഡ് ചെയ്യുന്നത് പറയുന്നത് കറക്റ്റാണ്. തിരിച്ച് ലോവർ ആണെങ്കിലോ ഹയറും ആയിരിക്കും വരിക. ലോവർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ 1ഉം 3ഉം അവിടെ കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ബോത്ത് 1 and 3. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ഐസോമറിസം എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് ടു കോംപ്ലക്സ്? അവർക്ക് കാണിക്കുന്നത് എന്ത് ഐസോമറിസ് ആണെന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ലിങ്കേജ് പറയുമ്പോൾ ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് വരണം. അപ്പോൾ ഇവിടെ എന്തല്ല? ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് ഇല്ല, സോൾവേറ്റ്. അല്ലെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ഓപ്ഷൻ പിക്ക് ചെയ്യാതെ എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ടർ മോളിക്യൂൾ നോക്കുക അല്ലേ. ഇവിടെ എന്താണ്? 6 വാട്ടർ മോളിക്യൂൾ ഉണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ എന്താണ്? 5 എണ്ണം, 1 എന്താണ്? പുറത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വാട്ടർ മോളിക്യൂളിൻ്റെ നമ്പറിൽ വരുമ്പോഴാണ് നമ്മൾ ഐസോമറിസത്തിന് എന്ത് പറയുക? സോൾവേറ്റ്. അപ്പോൾ ആ വാട്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണോ എന്ന് ഈസിലി ചെക്ക് ചെയ്തിട്ട് സോൾവേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Among the following coordination compound or ions, ഇതിൽ വിച്ച് സ്പീഷീസ് എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം? ജോമെട്രിക്കൽ എന്ന് പറയുമ്പോൾ ഏതാ വരേണ്ടത്? സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് അല്ലേ? സിസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻ്റ്ലി സെയിം ആയിരിക്കണം, ട്രാൻസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്ലി സെയിം ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട്സിൽ അത് കാണിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ ലിഗാൻഡേ ഉള്ളൂ അല്ലേ? സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ് ആണ്. നമ്മുടെ ഓപ്ഷൻ 2 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NH3 2 ടൈംസും ഉണ്ട്, ക്ലോറിൻ 2 ടൈംസും ഉണ്ട്. അവരെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസും ട്രാൻസും വരയ്ക്കും അല്ലേ? അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ 2 സെക്കൻഡ് കോമ്പൗണ്ട് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് റെപ്രസെൻറ്റ് ലിങ്കേജ് ഐസോമറിസം? ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് പ്രസൻറ്റ് ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുക. അതായത് ലിങ്ക് ചെയ്യുന്നതിലായിരിക്കും എന്ത് വരിക? ഡിഫറൻസ് വരിക. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ പറഞ്ഞിരുന്നു NO2 നൈട്രജൻ വെച്ചിട്ട് ലിങ്ക് ചെയ്യുന്നു. സെയിം ലിഗാൻഡ് തന്നെ നമുക്ക് എങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം ONO, അതായത് ഓക്സിജൻ വെച്ചിട്ടും ലിങ്ക് ചെയ്യാം. അങ്ങനെ ഒരു ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് പ്രസൻറ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് കാണിക്കൂ? ലിങ്കേജ് ഐസോമറിസം കാണിക്കൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വണ്ണൊക്കെ എന്താണ്? കോർഡിനേഷൻ അല്ലേ? ചേഞ്ച് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ, NCS SCN. ഇവരെന്താണ്? ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ് അല്ലേ? എങ്ങനെ കാണിക്കാം? N വെച്ചിട്ടും ലിങ്ക് ചെയ്യാം, S വെച്ചിട്ടും ലിങ്ക് ചെയ്യാം. സോ ഈ ഒരു പെയർ ആയിരിക്കും അവിടെ എന്ത് കാണിക്കുന്നത്? ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ 2. Okay, moving to the next question. Which of the following complexes is used to be as an anti-cancer agent? അതൊന്ന് പഠിച്ചു വെക്കുക. ആൻറ്റി-ക്യാൻസർ ഏജൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പൗണ്ടിനെയാണ്. സിസ് PtCl2 NH3 twice എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ആൻറ്റി-ക്യാൻസർ ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കാറ്റയോണിക് കോംപ്ലക്സ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഈ കാറ്റയോണിക്, ആനയോണിക് അല്ലെങ്കിൽ ന്യൂട്രൽ കോംപ്ലക്സ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കാറ്റഗറീസ്. ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കാറ്റയോൺ ആനയോൺ ചാർജ് എങ്ങനെയാണ് വരിക? കാറ്റയോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിരിക്കണം, ആനയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പാർട്ടായിരിക്കണം വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് സോഡിയം ആണ് അവിടെ എന്ത് വരുന്നത്? പോസിറ്റീവ് പാർട്ട് വരുന്നത്. ഇത് നമ്മുടെ കോംപ്ലക്സ് എന്താ വരുന്നത്? നെഗറ്റീവ് ആണ്. അങ്ങനെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അങ്ങനെയുള്ള കോംപ്ലക്സിനെ എന്താ പറയുക? ആനയോണിക് കോംപ്ലക്സ് എന്നാണ്. അടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചാർജ് ഒന്നും ഇല്ലല്ലേ വേറെ. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രൽ ആണ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കഴിഞ്ഞാലും പോസിറ്റീവ്, നെഗറ്റീവിലാണ് കോംപ്ലക്സ് വരുന്നത്. അപ്പോൾ എന്ത് കൊടുക്കാം? ആനയോണിക് അല്ലേ. ലാസ്റ്റ് വൺ നോക്കിക്കേ, ദിസ് ഈസ് പോസിറ്റീവ് പാർട്ട് ആൻഡ് ബ്രോമിൻ എന്ന് പറയുന്നതാണ് അവിടെ നെഗറ്റീവ് പാർട്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പാർട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് എന്ത്? കാറ്റയോണിക് കോംപ്ലക്സ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? 4 വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പോസിറ്റീവിലാണ് വരുന്നതെന്നുണ്ട് കോംപ്ലക്സ് വരുന്നതെന്നുണ്ടെങ്കിൽ കാറ്റയോണിക്, നെഗറ്റീവിലാണെങ്കിൽ ആനയോണിക്. ഇനിയല്ല ഇങ്ങനെ സെക്കൻഡ് ഓപ്ഷൻ പോലെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രൽ ആണ് എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്? ഹോമോ ദാറ്റ് വേർഡ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സെയിം, സിമിലർ അല്ലേ. അപ്പോൾ ഹോമോലെപ്റ്റിക് കോംപ്ലക്സിൻ്റെ ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ. അവരെന്താ കാണിക്കേണ്ടത്? സെയിം കൈൻഡ്, സിമിലർ ആയിട്ടുള്ള ലിഗാൻസ് മാത്രമായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടേക്ക് ആണെങ്കിൽ അമോണിയും ക്ലോറിനും പ്രസൻ്റ് ആണ് ബാക്കി ഓപ്ഷനിൽ. സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലിഗാൻഡ് ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? അമോണിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിന് എക്സാമ്പിൾ? ഹോമോലെപ്റ്റിക് കോംപ്ലക്സിന് എക്സാമ്പിൾ. ക്ലിയർ അല്ലേ? ഹെട്രോലെപ്റ്റിക് എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ് പ്രസൻ്റ് ആവുക. ഹോമോ എന്ന് പറയുമ്പോൾ സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ്സ് മാത്രമേ ഉണ്ടാവൂ. NH3 മാത്രം വരുന്ന നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following statement is true about this compound? ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താ പറയുന്നത്? ദ കോംപ്ലക്സ് അയോൺ, അതായത് ഈ ഒരു പാർട്ട് ക്യാരീസ് -4 ചാർജ്.
ആയിരിക്കും അല്ലേ? കാരണം സോഡിയത്തിൻ്റെ ചാർജ് നമുക്കറിയാം എന്താണ്, +1 ആണ്. 4 സോഡിയം ഉള്ളത് കൊണ്ട് +4 ആയിരിക്കും ആ പാർട്ടിന് വരിക. അപ്പം നമ്മുടെ കോംപ്ലക്സിൻ്റെ ചാർജ് എന്ത് വരും? -4 വരും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്താണ്, കറക്റ്റാണ്. വേറെ ബോത്ത് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ന്യൂട്രൽ എന്ന് പറയുന്നതല്ല, അതെന്താണ്, കാറ്റയോൺ, പോസിറ്റീവ് നെഗറ്റീവ്, അതായത് ഒരു ആനയോണിക് കോംപ്ലക്സ് ആണ് അല്ലേ? പിന്നെ നോക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, +6 എന്ന് പറയുന്നത് അല്ല. കോർഡിനേഷൻ നമ്പർ ഓഫ് അയൺ 10 ആണ്. നല്ല 6 പേരായിട്ടാണ് ബോണ്ട് ചെയ്ത്, അപ്പോൾ 6 ആണ് വരിക അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണ്, റോങ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ന്യൂട്രൽ ലിഗാൻഡ്. ന്യൂട്രൽ ലിഗാൻഡ് അല്ലാത്തതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അമൈൻ, കാർബൺ മോണോക്സൈഡ്, അക്വ ഒക്കെ നിങ്ങൾ പഠിച്ച ന്യൂട്രൽ ലിഗാൻഡ്സ് ആണ്. തയോസൈനേറ്റ്, അതായത് ഈ SCN എന്ന് പറയുന്ന ഇതിനെന്താണില്ല, ന്യൂട്രൽ അല്ല, ചാർജ് ക്യാരി ചെയ്യുന്നതാണ്. സോ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഫോർമുല തന്നിട്ടുണ്ട്, അതിൻ്റെ IUPAC നെയിമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ ഉണ്ട്, സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് കൊടുക്കണം, അക്വ കൊടുക്കണം. NH3 5 ടൈംസ് ഉണ്ട്. അപ്പോൾ അമൈനും അക്വയും വരുമ്പോൾ നിങ്ങൾക്കറിയാം ആൽഫബറ്റിക് ഓർഡറിൽ വേണം നമ്മൾ ലിഗാൻസിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്വ അമൈൻ എന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം ആരെ കൊടുക്കണം, അമൈനിനെ കൊടുക്കണം അല്ലേ? 5 ടൈംസ് ഉണ്ട്, സോ നമ്മൾ എന്ത് പറയണം, പെൻറ്റ അമൈൻ. ഓക്കെ, എക്വ വന്നിട്ടുണ്ട്, കൊബാൾട്ട് കൊടുത്തു. ദെൻ ബാക്കിയെല്ലാം എന്താണ്, ട്രൈ അയഡോ. ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് പിക്ക് ചെയ്യാം, 1 പിക്ക് ചെയ്യാം. ഇനി സപ്പോസ് ഇവിടെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ ഒന്നും എന്ത് കൊടുത്തിട്ടില്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റേ കൊടുത്തിട്ടില്ല. ഓക്കെ, അയഡിൻ്റെ വരുന്നത് എന്താണ്, -1 ആണ്, 3 ടൈംസ് -3. അപ്പോൾ കൊബാൾട്ടിൻ്റെ ചാർജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ എന്ത് വരും, +3 എന്ന് വരും. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. ബാക്കിയുള്ളതെന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നും സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്യാത്തതും നമ്പറും നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ മാത്രം ബാക്കി ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെയൊക്കെ പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം അവർ തന്നിട്ടുണ്ട്, നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫോർമുലയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ബിസ് എത്തിലിൻ ഡയമൈൻ. എത്തിലിൻ ഡയമൈനെയാണ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, എന്ന് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബിസ് എന്ന് പറയുമ്പോൾ 2 ടൈംസ് വേണം കൊടുക്കാൻ. അപ്പോൾ EN 2 ടൈംസ് ഉണ്ടാവണം. അപ്പോൾ അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഡൈ തയോസൈനേറ്റോ. തയോസൈനേറ്റോ പറയുമ്പോൾ SCN ആണ്. ഡൈ എന്ന് പറയുമ്പോൾ അത് 2 ടൈംസ് കൊടുക്കണം. അപ്പോൾ ഈ ഓപ്ഷനിലൊന്നും SCNൻ്റെ ഫോർമുല എന്തല്ല, കറക്റ്റ് അല്ല. സോ നമുക്ക് കറക്റ്റ് ആൻസർ എന്ത് കിട്ടും, 4th ഓപ്ഷൻ ആണെന്ന് കിട്ടും. PT EN 2 ടൈംസ് SCN 2 ടൈംസ് എന്നുള്ളത്. ഓപ്ഷനിൽ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അല്ലാതെ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എമംഗ് ദ ലിഗാൻസ് NH3 EN CN CO ഈ ലിഗാൻസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിരുന്നു, ആ ഫീൽഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യണം, നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കും ഓപ്ഷനിൽ NH3 ആയിരിക്കും എന്ത് വരിക, ഏറ്റവും വീക്ക് എമംഗ് ദീസ് ലിഗാൻഡ്. ഫീൽഡ് സ്ട്രെങ്ത് ഏറ്റവും കുറവ് അമോണിയ ആണ്. ആൻഡ് ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, മിറർ ഇമേജസ് ഫോം ചെയ്യണം അല്ലേ? അപ്പോൾ മിറർ ഇമേജസ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സിസും ട്രാൻസും ഉണ്ടാവുമ്പോൾ ട്രാൻസ് വരുമ്പോൾ എന്തായിരുന്നു, ഓപ്പോസിറ്റ്ലി സെയിം. അപ്പോൾ അതിൻ്റെ ഒരു മിറർ ഇമേജ് വരുന്ന സമയത്ത് അത് സിമിലർ ആയിട്ടാണ് ഉണ്ടാവുക. നേരെ തിരിച്ച് സിസ് ഐസോമർ ആണ് നമ്മൾ പിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഡ്ജസൻ്റ്ലി സെയിം ആയിട്ട് വരയ്ക്കും. അതിന് ഡിഫറെൻ്റ് ആയിട്ടൊരു മിറർ ഇമേജ് നമുക്ക് കിട്ടും. അതായത് അവിടെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുക. സോ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ സിസ് ആയിരിക്കും വരാം. ഇപ്പോൾ ഇവിടെ തന്നെ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2 കോമ്പൗണ്ടും എന്താണ്, സെയിം ആണ് അല്ലേ? ഒന്ന് സിസ് ഐസോമർ ആണ്, ഒന്ന് ട്രാൻസ് ഐസോമർ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, സിസ് ഐസോമർ ആയിരിക്കും ഒപ്റ്റിക്കലി എന്ത് വരിക, ആക്റ്റീവ് വരിക.
സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ത് മാർക്ക് ചെയ്യാം? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം? ജോമെട്രിക്കൽ ഐസോമറിസം ഷോ ചെയ്യാത്തതാണേ പിക്ക് ചെയ്യേണ്ടത്. ജോമെട്രിക്കൽ എന്ന് പറയുമ്പോൾ സിസ് ആൻഡ് ട്രാൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റാത്തത് അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ NH3 4 ടൈംസ്, ക്ലോറിൻ 2 ടൈംസ് വരയ്ക്കാൻ പറ്റും. EN 2 ടൈംസ്, Cl2 2 ടൈംസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അമോണിയ 2 ടൈംസ്, ക്ലോറിൻ 2 ടൈംസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദിസ് ഓപ്ഷൻ. NH3 5 ടൈംസും NO2. NH3 5 എണ്ണവും ഒരു NO2. അത് നമുക്ക് സിസ് ആയിട്ടും ട്രാൻസ് ഓപ്പോസിറ്റ്ലി സെയിം ആയിട്ടും വരയ്ക്കാൻ എന്താണ് ഡിഫിക്കൽട്ട് ആണ്. ഈ ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ജോമെട്രിക്കൽ ആക്ടിവിറ്റി, ജോമെട്രിക്കൽ ഐസോമറിസം ഷോ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് വരും? തേർഡ് വൺ വരും. ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. വേറെ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.